നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ടിപ്സും ട്രിക്സും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ടി എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത AI വാല്യുവേഷൻ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിന്, നമ്മുടെ മുൻപിലുള്ള ആ കമ്പ്യൂട്ടറിലുള്ള സിസ്റ്റത്തിന്, സോഫ്റ്റ്വെയറിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള വോയിസ് സംസാരിക്കുക അല്ലെ വായിക്കുക എന്നുള്ളത്. അപ്പൊ അതില് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യന് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യും. ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഒട്ടും സ്കോർ കയറുന്നില്ലെങ്കിൽ അതിന് ഒരു ആവറേജ്, പക്ഷെ തീരെ മോശമാക്കണമെന്നല്ല, പക്ഷെ അതിനൊരു ആവറേജ്. പക്ഷെ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ഫുള്ള് വാങ്ങുന്നത് പോലെ, കംപ്ലീറ്റ് മാർക്കും തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് പോലെ ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ അതിന് പ്രകാരം ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഇവിടെ നമ്മളൊന്ന് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, റിപ്പീറ്റ് സെന്റൻസ്, ദെൻ റീഡിംഗ് ഡ്രോപ്പ് ഡൗൺ ബ്ലാങ്ക്സ്. അതായത് നമ്മൾ ആ ഡ്രോപ്പ് ഡൗൺ ബ്ലാങ്ക് സ്പേസിലേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്തെടുക്കുന്നത് റീഡ് അലൗഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ സ്കോറിന് നമ്മളെ സഹായിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റീറ്റെൽ ലെക്ചർ, എസ്സേ, റീഓർഡർ പാരഗ്രാഫ്, പിന്നെ ലിസ്ണിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്, ഡിസ്ക്രൈബ് ഇമേജ് എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട, കിട്ടി എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, റീഡിംഗ് MCQ സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ, ലിസ്ണിംഗ് MCQ മൾട്ടിപ്പിൾ ആൻഡ് സിംഗിൾ, സെലക്ട് ദി മിസ്സിംഗ് വേർഡ്, ഹൈലൈറ്റ് ദി കറക്റ്റ് സം. അത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് മാർക്കിനെ ബാധിക്കില്ല എന്നല്ല, മറിച്ച് പലപ്പോഴും അതിനകത്ത് നമുക്ക് സ്കോർ ഒരു ആവറേജ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു പലതിലേക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കോറിനെ ഏറ്റവും ബാധിക്കുന്നതായിട്ടുള്ളതിൽ നിങ്ങളുടെ ശ്രദ്ധ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇനി നമുക്കുള്ളതാണ് നമുക്ക് റീഡ് അലൗഡ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ട് റീഡ് അലൗഡ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പോകും. റീഡ് അലൗഡില് ഇങ്ങനെയാണ് ഉണ്ടാവുക: എ ടെക്സ്റ്റ് ദാറ്റ് ക്യാൻ ബി 60 വേർഡ്സ് ലോങ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 60 വേർഡ്സോളം, 40, 50, 60 വേർഡ്സോളം ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും നോർമലി നമുക്ക് ലഭിക്കും. 30 to 40 seconds ടു പ്രിപ്പയർ. നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് 30 തൊട്ട് 40 സെക്കൻഡ് വരെയുള്ള സമയം തരും. ഓക്കെ, സെക്കൻഡ്സ് ആണ്, മിനിറ്റ് അല്ല. അപ്പൊ നമുക്കൊരു ടെക്സ്റ്റ് അവിടെ തരുന്നു, നമ്മുടെ വിൻഡോയിൽ അപ്പിയർ ചെയ്യുന്നു. ആ ടെക്സ്റ്റിനെ നമുക്കൊന്ന് വായിച്ചു നോക്കാനും മനസ്സുകൊണ്ട് എവിടെ നിർത്തണം, എവിടെ കണ്ടിന്യൂ ചെയ്യണം, എവിടെ സെമി പോസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടൊരു 30 to 40 seconds, അതായത് അരമുക്കാൽ മിനിറ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം 40 seconds ആണ് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തരും. അപ്പൊ അതിനകത്ത് മാർക്സ് ഫോർ റീഡിങ് ആസ് വെൽ ആസ് സ്പീക്കിംഗ്. ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ 2 മൊഡ്യൂളിനാണ് മാർക്ക് കിട്ടും. റീഡിംഗ് മൊഡ്യൂളിനും നമുക്ക് മാർക്ക് കിട്ടും, അതുപോലെ തന്നെ സ്പീക്കിംഗ് മൊഡ്യൂളിനും മാർക്ക്. 3 കാര്യങ്ങളിലാണ് മാർക്ക് ഇടുന്നത്: ഓറൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, കണ്ടന്റ്. അപ്പം ഓറൽ ഫ്ലുവൻസി നമ്മൾ ലാംഗ്വേജിന്റെ ആക്സെന്റില് ആ ഒരു ഫ്ലുവൻസി, മീനിങ് മനസ്സിലാകുന്ന രീതിയിൽ വായിക്കുന്നതിനെയാണ് ഓറൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ ഉച്ചാരണം, അതുപോലെ ഇന്റോനേഷൻ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ടോ, വേർഡ് സ്ട്രെസ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളെ സ്ട്രെസ് ചെയ്യുക, എവിടെയൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്തു, ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന പോസുകളും സെമി പോസുകളും കറക്റ്റ് ആണെന്നോ. കണ്ടന്റ് എന്നുള്ളത് നമ്മൾ എല്ലാ വാക്കുകളും ഒന്നും മിസ്സാകാതെ വായിച്ചിട്ടുണ്ടോ, പിന്നെ ഒരു റെപ്പറ്റീഷൻ ഒഴിവാക്കി, റെപ്പറ്റീഷനോ സെൽഫ് കറക്ഷനോ ഇല്ലാതെ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് നോക്കുക. മാർക്ക് ലഭിക്കുന്നത് ഫ്ലുവൻസിക്ക് 5 പോയിന്റ്സ്, പ്രൊനൗൺസിയേഷന് 5 പോയിന്റ്സ്, കണ്ടന്റ് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത് ഓഫ് ദ ടെക്സ്റ്റ്, അത് മാറും. അപ്പൊ എത്ര വാക്കുകളുണ്ട് എന്നുള്ളതിനനുസരിച്ച് മാറും. ഇങ്ങനെയാണ് നമുക്ക് പോയിന്റ് ലഭിക്കുക നോർമൽ. നമുക്ക് ടിപ്സ് എന്തൊക്കെയാണ്?
ഒന്ന് ഫ്ലുവൻസിക്ക് നമുക്ക് സ്പീക്ക് ഫ്ലുവൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാഗ് ഇല്ലാതെ വായിക്കുക എന്നൊന്നും ഇല്ലാതെ ലാഗ് ഇല്ലാതെ വായിക്കുക. നാച്ചുറൽ പേസ് നമ്മളത് വായിക്കുന്നത് വലിയ സ്ട്രെയിൻ ചെയ്യാതെ സ്വാഭാവികമായിട്ട് വായിക്കും. ചില സ്റ്റുഡൻസ് ഉണ്ട് ഇങ്ങനെ പല്ലൊക്കെ കടിച്ച് അതാണ് വായനയുടെ സ്റ്റൈല് അല്ലെങ്കിൽ അതാണ് ഇംഗ്ലീഷിന്റെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുത്തേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സന്റ് വരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ സംഭവിക്കുക പല വാക്കുകളും സിസ്റ്റത്തിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ നിങ്ങളുടെ മാർക്കിനെ നഷ്ടപ്പെടും എന്നുള്ളത് ഓർക്കാം. പിന്നെ നോ ഹെസിറ്റേഷൻസ്, അതായത് സംശയിച്ച് ഡിലേ വരുത്തി. ഹെസിറ്റേഷനിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റൂൾ എന്നുള്ളത് 3 സെക്കൻഡ് റൂളാണ്. 3 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 സെക്കൻഡിൽ കൂടുതൽ നിർത്തിയാൽ, പോസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യന്റെ ആൻസർ കംപ്ലീറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ നഷ്ടപ്പെടും എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഹെസിറ്റേഷൻ, ഇങ്ങനെ സംശയിച്ചുള്ളത് എന്നുള്ളത് ഇത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. നോ റെപ്പിറ്റീഷൻസ്, പരമാവധി എന്ത് ചെയ്യുക, ഒന്നും ആവർത്തിക്കാതിരിക്കുക. സെൽഫ് കറക്ഷൻസോ, അതായത് നമ്മളിങ്ങനെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ സ്പീക്ക് ഫ്ലുവൻലി ഇങ്ങനെ പറയും, അതിനുള്ള റെപ്പിറ്റേഷൻ എന്ന് പറയും. ഒരേ വാക്കുകൾ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിക്കും. അത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോ കറക്ഷൻസ്, സ്വയം കറക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ആ കറക്ഷൻ വരുമ്പോൾ അത് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക, എററിന്റെ എണ്ണം കൂടുകയും ചെയ്യും. പ്രൊനൗൺസിയേഷൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ, ലൗഡ്, സ്റ്റാൻഡ് വിത്ത് നാച്ചുറൽ ആക്സെന്റ്. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആക്സെന്റ് വരുത്താനോ അമേരിക്കക്കാരെ പോലെ അല്ലെങ്കിൽ UK പോലെ പറയാൻ കൃത്രിമമായിട്ട് ട്രൈ ചെയ്യേണ്ട. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആക്സെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ കൃത്രിമമായിട്ട് ട്രൈ ചെയ്യേണ്ട. കാരണം ഏകദേശം 120+ ആക്സെന്റുകൾ ഈ AI-ക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ PTE-യുടെ AI-ക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്കുള്ള സ്വാഭാവിക ആക്സെന്റിൽ പറയും. ഇനി നമുക്ക് കണ്ടന്റ് എന്നുള്ളതാണ്. കണ്ടന്റിന് 2 കാര്യം. സ്പീക്ക് എവറി വേർഡ്, റീഡ് എവറി വേർഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് സ്കിപ്പ് എനി വേർഡ്, ഒരു വാക്കും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ട്, പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ആഡ് എനി വേർഡ്. അപ്പം സ്പീക്ക് എവറി വേർഡ്, ഡോണ്ട് സ്കിപ്പ് എനി വേർഡ്, ഡോണ്ട് ആഡ് എനി വേർഡ്. ഈ 3 കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ ആൻഡുകളോ ബട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ എസ്സുകളോ, ചില എസ്സുകളൊക്കെ ചിലർ ആഡ് ചെയ്യും, ചില ടീകൾ ആഡ് ചെയ്യും, ചിലർ ഡികൾ ആഡ് ചെയ്യും. ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണം? ഇൻ ദി പ്രിപ്പറേഷൻ ടൈം, മേക്ക് ഷുവർ to go through the text twice, okay, to have an idea of all difficult words. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി അതിൽ ഡിഫിക്കൽട്ട് വേർഡ്സുകൾ ഒന്നുകൂടി പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക. ആ സമയത്ത് അതിനാണ് 30 to 40 seconds ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. വൺസ് ദ റെക്കോർഡിംഗ് സ്റ്റാർട്ട് സ്ട്രൈറ്റ് അവേ. ഇപ്പൊ റെക്കോർഡിംഗ് എന്നുള്ളൊരു സ്ഥലം കാണിക്കും, നിങ്ങൾക്ക് ആ ഐക്കൺ കാണിക്കുമ്പോൾ പിന്നെ അവിടെ സംശയിച്ച് നിൽക്കരുത്, പെട്ടെന്ന് തന്നെ തുടങ്ങാം. 3 common mistakes to avoid: hesitation, repetition and self correction. ഈ 3 എണ്ണം ഒഴിവാക്കുക. അത് വളരെ ഡേഞ്ചറസ് ആണെന്നുള്ളത് ഓർക്കുക. Give a slight pause at the punctuation such as commas, semicolons and full stop. ഫുൾ സ്റ്റോപ്പിൽ ഒരു പോസ് കൊടുക്കുക. സെമികോളന്റെ അവിടെയും അതുപോലെ കോമയുടെ അവിടെയൊക്കെ ഒരു സെമി പോസ് മെല്ലെ ഒന്ന് നിർത്തുകയല്ല. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഞാൻ ആ കോമയുള്ള ഭാഗം ഒന്ന് വായിക്കും. Give a slight pause at the punctuation such as commas, semicolons and full stops. കേട്ടോ? അപ്പൊ ഞാൻ commas, semicolons and full stops. അത് ഫുൾ സ്റ്റോപ്പ്. കോമാസ് അതെന്താണ്? കോമയുടെ പോസാണ്, സെമി പോസാണ്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. Once you have finished the recording, the given text, do not wait for the recorder to stop and straight away press the next button. കാരണം നമുക്ക് അന്നേരം ടോട്ടൽ ടൈമിൽ നമുക്ക് ബെനിഫിറ്റ് ചെയ്യും. അപ്പൊ ഒരു ഓഡിയോ കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട.
യു ട്രൈ ടു ഡു ദി നെക്സ്റ്റ് ബട്ടൺ. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നീട് പ്രൊനൗൺസ് കോൺട്രാക്ഷൻസ് പ്രോപ്പർലി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ അതിനകത്ത് കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോംസ്. ഇപ്പം ഐ ഹാവ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഐയുടെ മുകളിൽ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് വി ഇ എന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഐ ഹാവ് എന്ന് വായിക്കരുത്, ഐഫ്. അതുപോലെ ഈസിൻഡ് എന്നുള്ളതിന് ഈസ് നോട്ട് എന്ന് വായിക്കരുത്, ഇസിൻഡ്. ആ ഷോർട്ട് ഫോംസിന്റെ പ്രൊനൗൺസിയേഷനിലും ശ്രദ്ധിക്കുക. ഇനി നമ്മള് ഒരു സ്റ്റുഡന്റിന്റെ റിയൽ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത ചില ആൻസേഴ്സിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അവിടെ അതെങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രോബ്ലം കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ ഈ കാൻഡിഡേറ്റ് ഇവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് വെറും 10 മാർക്കാണ് ഒന്നാമത്തെ ഈ ക്വസ്റ്റിന് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. റീസൺ എന്താന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് സ്കോർ പോവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇതിന്റെ ഓഡിയോ, ഈ സ്റ്റുഡന്റ് പറഞ്ഞ ഓഡിയോ, ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ടെക്സ്റ്റ്, ഇവിടെ വായിക്കേണ്ടിയിരുന്ന ടെക്സ്റ്റ് കണ്ടോ. Wearable electronics have increasingly become a part of everyday life. So researchers wondered if these could be powered by harvesting electricity from waste heat. Further inspiration came from a desire to ultimately fabricate energy converting devices from the same materials as the active devices themselves. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ലൈഫ് എന്നുള്ളിടത്ത് ഒരു കോമയുണ്ട്, അവിടെ സെമി പോസ് ചെയ്യണം. അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഹീറ്റ് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം ഈ കെയിം ഫ്രം, അവിടെ നമ്മൾക്കൊരു സെമി പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ ആ പാട്ട്. ഇനി നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ വെയറബിൾ ഇലക്ട്രോണിക്സ് എന്നുള്ള വാക്ക് ഒരു മീനിങ് ഉള്ളൊരു വാക്കാണ്. അതിനെ നമ്മൾ ഒരുമിച്ച് ഉച്ചരിക്കണം. ഹാവ് ഇൻക്രീസിംഗ്ലി ബിക്കം എന്നുള്ളത് വെർബ് പോർഷനാണ്, അതിനെ നമ്മൾ ഒരുമിച്ച് പ്രൊനൗൺസ് ചെയ്യണം. അതുപോലെ a പാർട്ട് ഓഫ് എവറിഡേ ലൈഫ് എന്നുള്ളത് ഓബ്ജക്റ്റ് പോർഷനാണ്, അതിനെ നമ്മൾ ഒരുമിച്ച് പ്രൊനൗൺസ് ചെയ്യും. അത്രയും പ്രൊനൗൺസ് ചെയ്താൽ കണ്ടോ, വെയറബിൾ ഇലക്ട്രോണിക്സ് ഹാവ് ഇൻക്രീസിംഗ്ലി ബിക്കം a പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. അങ്ങനെ 3 സ്ഥലത്ത് നമുക്ക് മെല്ലെ ഒരു സെമി പോസ് ഇടാൻ വേണ്ടി അവിടെ പറ്റും. ലൈഫ്. ഇനി സോ റീസെർച്ച്, അവിടെ സോ എന്നുള്ളത് ഒരു കണക്റ്റീവ് ആണ് അല്ലെ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. സോ റീസെർച്ചേഴ്സ് വണ്ടേർഡ്, അത്രയും റീസെർച്ചേഴ്സ് വണ്ടേർഡ്, അതൊരു സെന്റൻസും സബ്ജക്റ്റും വെർബും ആണ്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാം. ഇനി അടുത്തത് നോക്കണം, ഇഫ് ദീസ് കുഡ് ബി പവേർഡ് ബൈ, അത്രയും മീനിങ് ഫുള്ളി ആണ്. ദീസ് കുഡ് ബി പവേർഡ് ബൈ ഹാർവെസ്റ്റിംഗ് ഇലക്ട്രിസിറ്റി ഫ്രം വേസ്റ്റ് ടു ഹീറ്റ്. അപ്പം ആ ഹാർവെസ്റ്റിംഗ് വെർബാണ്, ഇലക്ട്രിസിറ്റി ഫ്രം ഹീറ്റ് ടു ഫ്രം വേസ്റ്റ് ഹീറ്റ്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, മീനിങ് ഫുള്ളി മാത്രം നിർത്തുക, മീനിങ് ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ സ്റ്റുഡന്റിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സ്റ്റുഡന്റ് പറഞ്ഞ ആൻസറിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. Wearable electronics have increasingly become a part of everyday life. So researchers wonder if these could be powered by harvesting electricity from waste heat. Further inspiration came from a desire to ultimately fabricate energy converting devices from the same materials as the active devices themselves. ഇവിടെ ഈ സ്റ്റുഡന്റിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഡിഫക്റ്റ് ഓഡിബിൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വെറും 10 മാർക്കാണ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഓഡിബിൾ അല്ല. ആകെ വേർ ദ ഇലക്ഷൻ റിസൾട്ട് ഫ്രം വിച്ച് ഈസ് യൂസ്ഡ് എന്നാണ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇത്രയും റെഡ് കളറിൽ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തെറ്റായിട്ടാണ്. ഇൻകറക്റ്റ് 45. ഇവിടെ നോക്കുകയാണ്, എക്സ്പ്ലനേഷനും സജഷനും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ. ഇവിടെ നോക്കി, ദ നമ്പർ ഓഫ് കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് വേർഡ്സ് ഹാവ് ബീൻ ഇൻഡിക്കേറ്റഡ് ഓൺലി ഫോർ യുവർ റെഫറൻസ് ഫോർ റീപ്ലേസ്മെന്റ് ഒമിഷൻസ്. ഇത് ആക്യുറസി ഇല്ല. കുറച്ച് കൂടി 43 കിട്ടിയൊരു ആൻസർ നമുക്ക് നോക്കാം.
വലിയ മാർക്കൊന്നുമല്ല, പക്ഷെ 43 ഉണ്ട്. നോക്കാം. Renewable energy, often referred to as clean energy, comes from natural sources or processes that are constantly replenished. For example, sunlight or wind keeps shining and blowing, even if their availability depends on time and weather. അപ്പൊ ഈ സ്റ്റുഡന്റ് ഒരു ആർട്ടിഫിഷ്യൽ ആക്സെന്റ്, ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ആക്സെന്റ് ഇവിടെ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന് ഇത് വലിയൊരു ഡിറ്റക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയോ പറയുന്നത് പോലെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. Renewable energy, often referred to as clean energy, comes കണ്ടോ, from natural ഓഫൺ sources or റെഫർ ടു ആസ് processes ക്ലീൻ that are എനർജി എന്നുള്ള constantly ഭാഗം replenished. ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്നതാണ്. വളരെ ക്ലിയർ ആയിട്ട് നല്ല ശബ്ദത്തില് വ്യക്തമായിട്ട് റിന്യൂവബിൾ എനർജി ഓഫൺ റെഫർ ടു ആസ് ക്ലീൻ എനർജി കംസ് ഫ്രം ദി നാച്ചുറൽ സോഴ്സസ് ഓർ പ്രോസസ് ദാറ്റ് ആർ കോൺസ്റ്റന്റ്ലി റിപ്ലനിഷ്ഡ്. ഫോർ എക്സാമ്പിൾ, സൺലൈറ്റ് ഓർ വിൻഡ് keep shining and blowing even if their availability depends on time and weather. ഇത്രയും ശബ്ദത്തിനും ഇത്രയും ക്ലിയർ ആയിട്ടും പ്രൊനൗൺസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ 80+. അപ്പൊ ഇതൊരു മെയിൻ ഡിഫക്റ്റ് ആയിട്ടാണ്. കാരണം ഇവിടെ ഈ ഗ്രീൻ കളറിലുള്ളത് മാത്രമാണ് കറക്റ്റ് ആയിട്ട് ആ 9 വാക്കുകളെ AI-ക്ക് സിസ്റ്റത്തിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾ വായിക്കുന്ന സമയത്ത് മീനിങ് ഫുള്ളി വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ മുഴുവൻ ഇതേപോലെ റെഡിലായി പോകും. അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല, അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആക്സെന്റ് ആൾ കൊണ്ടുവരിക. ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ നിർത്തുന്നതല്ല മീനിങ് ഫുൾ. അതിനൊരു എളുപ്പവഴിയാണ്, നിങ്ങൾക്ക് സെന്റൻസുകളുടെ സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സ്കില്ല് കിട്ടിയാൽ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്നുള്ള ആ ഫ്ലോ കീപ്പ് ചെയ്യുക. അതിനെ പരമാവധി ഒരുമിച്ച് പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, പറ്റുന്നത്രോം ഒച്ചത്തിൽ പ്രൊനൗൺസ് ചെയ്യുക ശബ്ദത്തിൽ. അപ്പം കുറച്ചൊക്കെ പ്രൊനൗൺസിയേഷനിൽ ഡിഫക്റ്റ് വന്നാലും ഒച്ചത്തിൽ പറയുമ്പോൾ സിസ്റ്റത്തിന് അത് കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്ക് കിട്ടും. എക്സ്റ്റേണൽ ആയിട്ടുള്ള ശബ്ദങ്ങളിൽ നിന്നും ഒരു ഡിസ്ട്രാക്ഷനിൽ നിന്നൊക്കെ സിസ്റ്റത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ആവശ്യമുള്ളിടത്ത് ആക്സെന്റ് കൊടുക്കുക, സ്ട്രെസ് ചെയ്യുക എന്നതാണ്. അനാവശ്യ ആക്സെന്റ് വേണ്ട, പക്ഷെ വേർഡ് സ്ട്രെസ് ചെയ്യുക. അതുപോലെ ഇന്റനേഷൻ, ശബ്ദം ഉയരുകയും താഴുകയും ചെയ്യുന്നതിൽ കൂടി ശ്രദ്ധിക്കുക. ഇത്രയും നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ നല്ലപോലെ സ്കോർ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് റീഡ് അലൗഡ് എന്നുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 1, മീനിങ് ഫുള്ളി വായിക്കുക. 2, വളരെ സ്ട്രെസ് ചെയ്യേണ്ടടുത്ത് സ്ട്രെസ് ചെയ്യുക. കോമകളും ഫുൾ സ്റ്റോപ്പുകളും സെമി കോളൻസും അതിനെ ശ്രദ്ധിക്കുക. കോമ, സെമി കോളൻ, കോളൻ, ഇതിനെയൊക്കെ സെമി പോസുകളും ശബ്ദം ഒന്ന് എന്ന് പറഞ്ഞ് നിർത്താതെ എന്നുള്ള രീതിയിൽ നിർത്തുക. ഫുൾ സ്റ്റോപ്പിന്റെ അടുത്ത് ഫുൾ സ്റ്റോപ്പ് വരിക. ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ സൗണ്ട് എൻഡിൽ റേസ് ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ്സിനെ സ്ട്രെസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റീഡ് അലൗഡ് എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അല്ലാതെ നമ്മളിങ്ങനെ ഓടിച്ച് ഒറ്റയൊഴുക്കിന് വലിയ ശബ്ദമൊന്നും ഇല്ലാതെ വായിച്ചാൽ 50യുടെ താഴെയായിരിക്കും നിങ്ങളുടെ മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് 70 അല്ലെങ്കിൽ 80 എബോവ് വാങ്ങാൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒച്ചത്തിൽ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ക്ലിയർ ആയിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. റെപ്പിറ്റീഷൻ, ഹെസിറ്റേഷൻ, സെൽഫ് കറക്ഷൻ, ഇത് 3 ഒഴിവാക്കുക. മീനിങ് ഫുള്ളി ബ്രേക്ക് ചെയ്യുക. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ റീഡ് അലൗഡ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. താങ്ക് യു സോ മച്ച്.